ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഇതുപോലെ അല്ലെങ്കിൽ ഇതുപോലെ ഒക്കെ ഡാർക്ക് സർക്കിൾസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അതെങ്ങനെ നമുക്ക് ഹൈഡ് ചെയ്യാന്നുള്ളതാണ്. എങ്ങനെയാണ് മേക്കപ്പ് ആർട്ടിസ്റ്റ് നോർമലി ഈ പറയുന്ന ഡാർക്ക് സർക്കിൾസ്, ഹൈപ്പർ പിഗ്മെന്റേഷൻ ഒക്കെ കവർ ചെയ്യണേ നിങ്ങൾ പലരും ചിന്തിച്ചിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ അതെങ്ങനെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാമെന്നാണ് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. കറക്റ്റ് ടെക്നിക്ക് എന്താണെന്നുള്ളത് ഒന്നല്ല 2 ടെക്നിക്ക് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരും, എങ്ങനെയാണ് കറക്റ്റായിട്ട് മേക്കപ്പ് യൂസ് ചെയ്ത് ഡാർക്ക് സർക്കിൾസ് കവർ ചെയ്യാന്നുള്ളത്. ഓക്കെ, അപ്പോൾ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും അതിന് എനിക്ക് ഡാർക്ക് സർക്കിൾസ് ഇല്ലല്ലോ എന്ന്. ഞാൻ ക്ലോസ് ആയിട്ടുള്ള ലുക്ക് കാണിച്ചു തരാം. ഇത് എന്ന് പറയുന്നത് ഭയങ്കര ഹാർഡായിട്ടുള്ള അല്ലെങ്കിൽ എക്സ്ട്രീം ആയിട്ടുള്ള ഡാർക്ക് സർക്കിളൊന്നും അല്ല, വളരെ ലൈറ്റായിട്ടുള്ള ഡാർക്ക് സർക്കിളാണ്, അധികമില്ല. ഓക്കെ, അത് നമുക്ക് വളരെ ലൈറ്റായിട്ടും കവർ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇനി ഡാർക്ക് ആയിട്ട് നിങ്ങൾക്ക് അല്ലെങ്കിൽ ഡീപ്പായിട്ടൊക്കെ ഡാർക്ക് സർക്കിൾസ് ഉണ്ടെങ്കിൽ അതെങ്ങനെ ഹൈഡ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു തരും. ഓക്കെ, അതുപോലെ ചെയ്താൽ മതി, നിങ്ങൾക്ക് ഈസി ആയിട്ട് ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ അടിപൊളിയായിട്ട് കവർ ചെയ്യാൻ പറ്റും. ടെക്നിക്കലി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് കളർ കറക്റ്റർ യൂസ് ചെയ്ത് എങ്ങനെ ഡാർക്ക് സർക്കിൾസ് കവർ ചെയ്യാന്നുള്ളതാണ്. നിങ്ങളുടെ സ്കിൻ ടോണും നിങ്ങളുടെ ഡാർക്ക് സർക്കിൾസിന്റെ ആ ലെവൽ നോക്കിയിട്ട് വേണം നമ്മൾ കളർ കറക്റ്റർ ചൂസ് ചെയ്യാനായിട്ട്. ഇപ്പോൾ എന്റെ സ്കിൻ ടോൺ നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ ഒരു ഫെയർ ടു മീഡിയം സ്കിൻ ടോൺ ആണ്. എക്സാക്ട്ലി ഫെയർ എന്ന് പറയാൻ പറ്റില്ല, മീഡിയം എന്ന് പറയാൻ പറ്റില്ല, മിഡ് ഒരു സ്കിൻ ടോൺ ആണ് എൻ്റെ. ഓക്കെ, അപ്പോൾ എനിക്ക് ഓറഞ്ച് കളർ കറക്റ്ററിൻ്റെയോ അങ്ങനത്തെ കളർ കറക്റ്ററിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഞാൻ ഇങ്ങനത്തെ ഒരു പീച്ച് കളർ കറക്റ്റർ യൂസ് ചെയ്യും. ഈ പീച്ച് നോക്കി കഴിഞ്ഞാൽ ഭയങ്കര ലൈറ്റായിട്ടുള്ളൊരു പീച്ച് കറക്റ്ററാണ്. പീച്ചിൻ്റെ അകത്ത് വൈറ്റ് കളർ ആഡ് ചെയ്ത പോലത്തെ ഒരു ഷെയ്ഡാണ് ഈ കാണുന്ന ഷെയ്ഡ് എന്ന് പറയുന്നത്. ഇനി നിങ്ങളൊരു മീഡിയം സ്കിൻ ടോൺ ആണ്, കുറച്ചും കൂടെ ഒരു മീഡിയം, എന്നെക്കാട്ടിലും കുറച്ചും കൂടെ മീഡിയം ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു പീച്ച് കറക്റ്റർ യൂസ് ചെയ്യാം. ഓക്കെ, കണ്ടോ ഈ ഒരു ഷെയ്ഡ് കണ്ടല്ലോ, ഇതുപോലത്തെ ഒരു പീച്ച് കറക്റ്റർ ഈസ് ഇനഫ് അങ്ങനത്തെ സ്കിൻ ടോൺ ആണെങ്കിൽ. ഇനി എക്സ്ട്രീമിലി ഭയങ്കര ഡീപ്പായിട്ടുള്ള ഒരു ഡാർക്ക് സർക്കിളാണ് നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്യാം. ഈ ഒരു കളർ ഇത് എക്സാക്ട്ലി ഓറഞ്ച് ഷെയ്ഡാണ്. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്നത് എലി ഗേളിൻ്റെ HD Pro കൺസീലർ ആണ്. ഷെയ്ഡ് ഞാൻ ഓൾറെഡി പറഞ്ഞു, പീച്ചാണ്. ഓക്കെ, ഇത് ജസ്റ്റ് ഒന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ തുറക്കുമ്പോഴത്തേക്കും വെള്ളം പോലത്തെ ഒരു സംഭവം വരും. ഓക്കെ, അത് മിക്സ് ആയിട്ട് വേണം നമ്മൾ പ്രോഡക്റ്റ് എടുക്കാനായിട്ട്. ആവശ്യത്തിന് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ, ഇത്രയും മതിയാവും ജസ്റ്റ് ഇവിടെയും അപ്ലൈ ചെയ്യാനായിട്ട്. പക്ഷെ ഞാൻ ഒരു കണ്ണിൻ്റെ അടിയിൽ ഒരു ടെക്നിക്കും അടുത്ത കണ്ണിൻ്റെ അടിയിൽ വേറൊരു ടെക്നിക്കും ആണ് കാണിച്ചു തരുന്നത്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒന്ന് പ്രോഡക്റ്റ് വാം ചെയ്യുക. ഓക്കെ, ഇങ്ങനെ ഒന്ന് മിക്സാക്കി കൊടുക്കുമ്പോൾ അതൊന്ന് വാം ആവും. ഇനി വളരെ കുറച്ച് പ്രോഡക്റ്റ് എടുത്തിട്ട് ആവശ്യത്തിന് മാത്രം കണ്ണിൻ്റെ അടിയിൽ ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി ഞാൻ ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണേ. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും കണ്ണിൻ്റെ അടിയിൽ നന്നായിട്ടൊരു ബ്രൈറ്റൻഡ് ലുക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ ഡാർക്ക് സർക്കിൾസ് മാത്രം എങ്ങനെ കവർ ചെയ്ത് ഇതൊന്ന് കൺസീൽ ചെയ്യണമെന്നാണ് കാണിച്ചു തരാനായിട്ട് പോകുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ സ്റ്റെപ്പ് കഴിഞ്ഞിട്ട് ഡയറക്റ്റ് ആയിട്ട് ഫൗണ്ടേഷനിലോട്ട് പോവാം. പക്ഷെ ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇത് ജസ്റ്റ് ഒന്ന് ന്യൂട്രലൈസ് ചെയ്യും. അതായത് എൻ്റെ തന്നെ ഷെയ്ഡ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കൺസീൽ ചെയ്ത് കൊടുക്കും. ഇപ്പം തന്നെ ആ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഈ ഒരു ഏരിയയും നല്ല ഡിഫറൻസ് ഇല്ലേ? നല്ലൊരു ബ്രൈറ്റൻഡ് ലുക്കിലോട്ട് വന്നില്ലേ? എന്നാൽ നമ്മൾ കറക്റ്റ് യൂസ് ചെയ്തത് തോന്നത്തുമില്ല, ജസ്റ്റ് ഒന്ന് കവറായ പോലെയല്ലേ തോന്നുള്ളൂ. പക്ഷെ ഒരു പിങ്കിഷ് ടോൺ ഉണ്ട്. അപ്പോൾ അതൊന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എൻ്റെ തന്നെ ഷെയ്ഡ് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇനി ഞാൻ കൺസീൽ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ടാറ്റിൻ്റെ ഈ ഒരു കൺസീലറാണ്. അപ്പോൾ ഞാനൊരു സ്പഞ്ച് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണേ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ടെക്നിക്ക് വെച്ചിട്ട് തന്നെ നിങ്ങളുടെ ഫുൾ ഫേസ് ചെയ്ത് ബാക്കി നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് മേക്കപ്പ് ലുക്ക് ആകുമ്പോൾ കൺസീലർ വെച്ചിട്ട് മാത്രം മേക്കപ്പ് ലുക്സ് ചെയ്യാറില്ലേ, അത് ഇങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയും ചെയ്യാം. ഒരു മാക്കിൻ്റെ പ്രോഡക്റ്റ് വെച്ചിട്ട് കോമ്പാക്റ്റ് വെച്ചിട്ട് ഞാൻ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ എക്സാക്ട് ഷെയ്ഡ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് സെറ്റും കൂടെ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇത് കൺസീലർ വെച്ചിട്ട് മാത്രം ചെയ്യുകയാണെങ്കിലാണ് സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് ഫൗണ്ടേഷൻ കഴിഞ്ഞിട്ട് വേണം ഫുൾ ഫേസ് സെറ്റ് ചെയ്യാനായിട്ട്. ഓക്കെ, എപ്പോഴും നമ്മൾ ക്രീം പ്രോഡക്റ്റ്സ് എല്ലാം അപ്ലൈ ചെയ്തിട്ട് വേണം പൗഡർ പ്രോഡക്റ്റ്സ് യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് വൺ ഓഫ് മൈ ഫേവറേറ്റ് ടെക്നിക്കാണ്
ഡാർക്ക് ഷെയ്ഡ് കൺസീലർ യൂസ് ചെയ്തിട്ട് എങ്ങനെ കവർ ചെയ്യാം എന്നുള്ളത്. അപ്പോൾ ഡാർക്ക് ഷെയ്ഡ് കൺസീലർ ഞാൻ ഓൾറെഡി ഇതേ ഈ ഒരു സ്പാച്ചുലയിൽ എടുത്തിട്ടുണ്ട്. ഇതെന്ന് പറയുന്നത് നമ്മൾ പ്രോഡക്റ്റ് എടുക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ടൂള് മാത്രമാണ്. നിങ്ങൾക്ക് പലർക്കും ഈ സാധനം എന്താണെന്ന് അറിയായിരിക്കും, സയൻസ് ഒക്കെ പഠിച്ചവരാണെങ്കിൽ. അപ്പോൾ മേക്കപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനത്തെയുള്ള സ്പാച്ചുല, പാലറ്റ് ഇതിലൊക്കെയാണ് യൂസ് ചെയ്യുന്നത്, കണ്ടാമിനേഷൻ വരാതിരിക്കാനും ഒക്കെ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ അത് ആലോചിച്ചിട്ട് അയ്യോ ഇതെന്താ എന്ന് ആലോചിക്കൽ, നിങ്ങളുടെ കയ്യിലുള്ള പ്രോഡക്റ്റ് എടുക്കുക. ഡാർക്ക് ഷെയ്ഡ് കൺസീലറാണ് നമുക്ക് വേണ്ടത്. ഇപ്പോൾ ഞാനൊരു ബ്രഷിൽ നന്നായിട്ട് തന്നെ ആ പ്രോഡക്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് ബ്ലെൻഡ് ചെയ്ത് ഇതിൽ വെച്ച് തന്നെ ജസ്റ്റ് ഒന്ന് പ്രോഡക്റ്റ് എടുക്കുകയാണ്. കണ്ടല്ലോ, ബ്രഷിലേക്ക് ഞാനതങ്ങ് എടുത്തു. ജസ്റ്റ് താഴെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കും. ഓക്കെ, എൻ്റെ ഷെയ്ഡിനെക്കാട്ടിലും 1 or 2 ഷെയ്ഡ് ഡാർക്ക് ഷെയ്ഡ് കൺസീലർ. ഇപ്പോൾ നിങ്ങൾക്ക് ചെറിയൊരു ഡാർക്ക്നെസ് പോലെ തോന്നുന്നുണ്ടാവില്ലേ, ഇത് നമ്മൾ അതൊന്ന് ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മുടെ ഡാർക്ക് സർക്കിൾസ് ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടെക്നീക്കാണ്. ഒരു ഡാർക്ക് ഷെയ്ഡ് കൺസീലർ വെച്ചിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നിങ്ങൾക്ക് അടുത്ത സ്റ്റെപ്പായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫൗണ്ടേഷൻ യൂസ് ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സെയിം ഷെയ്ഡ് കൺസീലറോ അല്ലെങ്കിൽ ഒരു ഷെയ്ഡ് ലൈറ്റർ കൺസീലറോ ഇതിൻ്റെ മേലേക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് അതൊന്ന് ന്യൂട്രലൈസ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇനി ഞാനിപ്പോൾ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ സെയിം ഷെയ്ഡ് കൺസീലറോ അങ്ങനെയൊന്നും യൂസ് ചെയ്യുന്നില്ല. ഡയറക്റ്റ് ഞാൻ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്തിട്ട് ഇതിൻ്റെ ഫിനിഷ്ഡ് ലുക്ക് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഫൗണ്ടേഷൻ എടുത്തിട്ടുണ്ട്. ഇത് എൻ്റെ ഫേവറേറ്റ് ഫൗണ്ടേഷൻ കെ ബ്യൂട്ടിയുടെ 135 എന്ന് പറയുന്ന ഷെയ്ഡാണ്. ജസ്റ്റ് നന്നായിട്ട് തന്നെ ഇതിലിങ്ങനെ ഡാബ് ചെയ്ത് എടുക്കും. ഓക്കെ, സെൻറ്റർ പോർഷനിൽ നിന്ന് ഉള്ളിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കും. ഓക്കെ, അപ്പോൾ ഈ പറയണ മേക്കപ്പ് ട്രിക്സൊക്കെ ഭയങ്കര വാല്യുബിൾ ആയിട്ടുള്ള ട്രിക്സാണ്. ഞാൻ ഫ്രീ ആയിട്ട് വീഡിയോയിൽ കൂടെ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാണ്. ഹെൽപ്ഫുള്ളായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്നോട് പറയാം. കണ്ടോ, ഇത് ഹൈഡായി വരുന്നുണ്ടോ? ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. ടെക്നീക്സ് ആണ് എല്ലാം, ടെക്നീക്സ്. നമ്മുടെ കയ്യിൽ എത്രയൊക്കെ പ്രോഡക്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല, ടെക്നീക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ നോ യൂസ്. അപ്പോൾ ഈ സൈഡിൽ ഞാൻ ഡാർക്ക് ഷെയ്ഡ് കൺസീലർ യൂസ് ചെയ്തു, ഈ സൈഡിൽ നമ്മൾ കളർ കറക്റ്റർ യൂസ് ചെയ്തു, എന്നിട്ട് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്തു. അപ്പോൾ ഇതാണ് നമ്മുടെ ടെക്നിക്ക് എന്ന് പറയുന്നത്. 2 ടെക്നിക്സും നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു. ഇനി ഞാൻ കംപ്ലീറ്റ് ലുക്ക് ഫിനിഷ് ചെയ്തിട്ട് കാണിച്ചു തരാം. സോ ഇതാണ് എൻ്റെ ഫിനിഷ്ഡ് ലുക്ക്. അപ്പോൾ ഞാൻ കംപ്ലീറ്റ് മേക്കപ്പ് കഴിഞ്ഞിട്ടില്ല, ഐ മേക്കപ്പ് ഇനി ബാക്കിയുണ്ട്. അപ്പോൾ എനിക്കൊരു ഐ ലുക്ക് ചെയ്യാനുണ്ട്, അത് വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ബാക്കി സ്റ്റെപ്സ് എല്ലാം ഞാൻ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, മസ്കാര ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ഏകദേശം ഫിനിഷ് ആയ ഒരു ലുക്ക്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഡാർക്ക് സർക്കിൾസ് മേക്കപ്പ് യൂസ് ചെയ്ത് കവർ ചെയ്യേണ്ട 2 ടെക്നിക്സ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏത് ടെക്നിക്കാണ് ഇഷ്ടപ്പെട്ടത് അല്ലെങ്കിൽ ഹെൽപ്ഫുൾ ആയത് എന്നുള്ളത് താഴെ കോമെൻറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വേറെ ടോപ്പിക്കായിട്ട് കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.